ബെസ്റ്റ് ഇൻഫോയുടെ LP-UP ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, മാനസിക വയസ്സ് മെൻ്റൽ ഏജ് എന്ന ആശയം മുന്നോട്ട് വെച്ചതാര്? സ്റ്റാൻഫോർഡ് ബിനെ. അടുത്ത ക്വസ്റ്റ്യനാണ്, എ മെയിൽ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? റൂസോ. എ മെയിൽ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം റൂസോ. മാനസിക വയസ്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചതാര്? സ്റ്റാൻഫോർഡ് ബിനെ. അടുത്ത ക്വസ്റ്റ്യനാണ്, കൂടുതൽ അറിവുള്ള മറ്റൊരാൾ, മോർ നോളജബിൾ അതർ, വികസനത്തിൻ്റെ പരമോന്നത തലം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ച ചിന്തകൻ ആര്? ലൈവ് വൈഗോട്സ്കി. ക്വസ്റ്റ്യൻ, കൂടുതൽ അറിവുള്ള മറ്റൊരാൾ, മോർ നോളജബിൾ അതർ ആൻഡ് വികസനത്തിൻ്റെ പരമോന്നത തലം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ച ചിന്തകനാര്? ഉത്തരം ലൈവ് വൈഗോട്സ്കി. അടുത്ത ക്വസ്റ്റ്യനാണ്, ശാരീരിക മാനസിക വൈകല്യമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നോർമലൈസേഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ച കനേഡിയൻ ചിന്തകൻ ആര്? ഉത്തരം വോൾഫെൻസ് ബർഗർ. ക്വസ്റ്റ്യൻ, ശാരീരിക മാനസിക വൈകല്യമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നോർമലൈസേഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ച കനേഡിയൻ ചിന്തകൻ? ഉത്തരം വോൾഫെൻസ് ബർഗർ. അടുത്ത ക്വസ്റ്റ്യനാണ്, ഗൃഹവിദ്യാഭ്യാസത്തിൻ്റെ നെഗറ്റീവ് എഡ്യൂക്കേഷൻ പ്രയോക്താവ് ആര്? റൂസോ. ക്വസ്റ്റ്യൻ, ഗൃഹവിദ്യാഭ്യാസത്തിൻ്റെ നെഗറ്റീവ് എഡ്യൂക്കേഷൻ പ്രയോക്താവ് ആര്? റൂസോ. അടുത്ത ക്വസ്റ്റ്യനാണ്, ലൈവ് വൈഗോട്സ്കിയുടെ ബോധനതന്ത്രങ്ങൾ ഏറ്റവും യോജിക്കുന്നത് ആർക്കാണ്? അപ്രൻറ്റിസുകൾക്ക്. ലൈവ് വൈഗോട്സ്കിയുടെ ബോധനതന്ത്രങ്ങൾ ഏറ്റവും യോജിക്കുന്നത് അപ്രൻറ്റിസുകൾക്കാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, ബോധന രീതിയുടെ 4 ചാക്രിക ബിന്ദുക്കൾ ഏതൊക്കെയാണ്? ഉത്തരം ഫീലിംഗ്, വാച്ചിങ്, തിങ്കിങ്, ഡൂയിങ്. ബോധന രീതിയുടെ 4 ചാക്രിക ബിന്ദുക്കളാണ് ഫീലിംഗ്, വാച്ചിങ്, തിങ്കിങ്, ഡൂയിങ്. അടുത്ത ക്വസ്റ്റ്യനാണ്, ബുദ്ധിമാപനത്തിൻ്റെ പ്രധാന പ്രയോക്താവ് ആരാണ്? ആൽഫ്രഡ് ബിനെ. ബുദ്ധിമാപനത്തിൻ്റെ പ്രധാന പ്രയോക്താവാണ് ആൽഫ്രഡ് ബിനെ. നെക്സ്റ്റ്, പഠനാന്തരണം, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, പഠന സന്നദ്ധത, ലേണിംഗ് റെഡിനെസ്, ആവർത്തന നിയമം, തിയറി ഓഫ് റെപ്പിറ്റേഷൻ, ഫലനിയമം, ലോ ഓഫ് എഫക്റ്റ് എന്നീ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ച ശീർഷസ്ഥ മനഃശാസ്ത്ര ചിന്തകനാര്? E.L. തോണ്ടേക്ക്. ക്വസ്റ്റ്യൻ, പഠനാന്തരണം, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, പഠന സന്നദ്ധത, ലേണിംഗ് റെഡിനെസ്, ആവർത്തന നിയമം, തിയറി ഓഫ് റെപ്പിറ്റേഷൻ, ഫലനിയമം, ലോ ഓഫ് എഫക്റ്റ് എന്നീ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ച ശീർഷസ്ഥ മനഃശാസ്ത്ര ചിന്തകനാര്? ഉത്തരം E.L. തോണ്ടേക്ക്. അടുത്ത ക്വസ്റ്റ്യനാണ്, വൈകാരിക ബുദ്ധിയുടെ ഉപജ്ഞേതാവാര്? ഡാനിയൽ ഗോൾമാൻ. വൈകാരിക ബുദ്ധിയുടെ ഉപജ്ഞേതാവാണ് ഡാനിയൽ ഗോൾമാൻ. താങ്ക് യു.